നോമ്പ് പിടിക്കുമ്പോഴും അതുപോലെ തന്നെ തുറക്കുമ്പോഴും ഫ്രൂട്ട്സ് കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിനും ശരീരത്തിന് ആവശ്യമായ ഫൈബർ ചെല്ലേണ്ടതും അതുപോലെ തന്നെ നമ്മുടെ ഒരു ക്ഷീണവും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതിനൊക്കെ ഫ്രൂട്ട്സ് പഴങ്ങൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം അത്യാവശ്യമാണ്. ഉണങ്ങിയ പഴങ്ങളാവട്ടെ വെറ്റായിട്ടുള്ള പഴങ്ങളാകട്ടെ, ഇത് രണ്ടും നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നൊയമ്പ് പിടിക്കുന്ന സമയത്ത് നമ്മൾ പിടിക്കുന്ന സമയത്തും അതുപോലെ തന്നെ തുറക്കുന്ന സമയത്തും കഴിക്കേണ്ട പ്രധാനപ്പെട്ട ഫ്രൂട്ട്സുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ, ആയുർബാലൻസ് ആയുർവേദിക് ക്ലിനിക്, ഇന്ദിര ജംഗ്ഷൻ, ആലപ്പുഴ. മണിക്കൂറുകൾ നീണ്ട നൊയമ്പിലേക്കാണ്, ഒരു ഫാസ്റ്റിങ്ങിലേക്കാണ് നമ്മൾ കടക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിനെ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നമ്മുടെ ശരീരത്തിൻ്റെ ഷുഗർ ലെവൽ, അതുപോലെ പൊട്ടാസ്യം, മഗ്നീഷ്യം, ധാതുക്കൾ, ന്യൂട്രിയൻസ് ഇവയെല്ലാം തന്നെ നിലനിർത്താനും ഒക്കെ നമ്മൾക്ക് ശരീരത്തിന് വളരെയധികം ജലവും ഫൈബറും അതുപോലെ തന്നെ കാൽസ്യവും വിറ്റാമിൻസും മിനറൽസും എല്ലാം അത്യാവശ്യമാണ്. ഇതെല്ലാം പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്നത് ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും അതുപോലെ ഉണങ്ങിയ പഴങ്ങളൊക്കെ കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ പഴവർഗ്ഗങ്ങളും നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ തന്നെയും നമ്മൾക്ക് പ്രധാനമായിട്ട് നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടുന്ന ചില പഴവർഗ്ഗങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് നമ്മൾക്ക് നോക്കാം. നമ്മളിതിനെ വേർതിരിക്കുന്നത് നമ്മൾക്ക് അത്താഴത്തിന് കഴിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകളുമാണ്. അത്താഴത്തിനായിട്ട് നമ്മൾ പഴങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നമുക്ക് ധാരാളം എനർജി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ടായിരിക്കണം, ഷുഗർ കുറഞ്ഞു പോകാതിരിക്കാനുള്ള ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ദഹനം മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള ഫൈബർ ഉണ്ടായിരിക്കണം. അപ്പോൾ അത്താഴത്തിന് കഴിക്കുന്ന ഫ്രൂട്ട്സുകളിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടതായിരിക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അത്താഴത്തിന് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ബനാന എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഏത്തപ്പഴം ഏറ്റവും നല്ലതാണ്. അത് പുഴുങ്ങിയ അവസ്ഥയിൽ കഴിക്കുന്നതാണ് ഏറ്റവും ദഹിക്കാൻ എളുപ്പവും അതുപോലെ തന്നെ എല്ലാം നമുക്ക് ന്യൂട്രിയൻസ് എല്ലാം നമ്മുടെ കുടലിന് വലിച്ചെടുക്കാൻ പറ്റുന്നതും കുറച്ചത് ഒന്ന് വേവിച്ച് കഴിക്കുമ്പോഴാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് അതിലുള്ള ന്യൂട്രിയൻസ് എല്ലാം ആഗിരണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒരുപാട് സമയത്തേക്ക് നമ്മുടെ വിശപ്പ് ഇല്ലാതാക്കുന്നതിനും ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എനർജി പെട്ടെന്ന് തീർന്നു പോകില്ല. നമ്മളൊരു ബനാന കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മൾ വിശന്നിരിക്കുന്നതാണല്ലോ, അപ്പോൾ ഒരുപാട് നേരത്തേക്ക് നമ്മൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ബനാന ഏറ്റവും നല്ലതാണ്. അപ്പോൾ നിങ്ങളുടെ അത്താഴത്തിൽ ബനാന ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്തത് ആപ്പിൾ നല്ലൊരു ഓപ്ഷനാണ്. ആപ്പിൾ കഴിക്കുന്നതിലൂടെ തന്നെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് നിലനിർത്താൻ, അതായത് ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോകാതിരിക്കാനും ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോകാതിരിക്കാനും വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് ഉണ്ടാകാനും ഒക്കെ ആപ്പിൾ വളരെയധികം നല്ലതാണ്. അതിലൂടെ തന്നെ നമ്മുടെ ക്ഷീണം അകറ്റാനും തളർന്നു പോകാതിരിക്കാനും ഒക്കെ നമ്മൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആപ്പിൾ. അടുത്തൊരു ഓപ്ഷനാണ് പപ്പായ വളരെയധികം നമ്മുടെ വയറിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുന്നതിനും ധാരാളം ഫൈബറും അതുപോലെ തന്നെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഒരു അയവ് വരുന്നതിനൊക്കെ നമ്മൾക്ക് പപ്പായ വളരെയധികം നല്ലതാണ്. ദഹനത്തിന്, അതായത് ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള അവസ്ഥകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പപ്പായ ഉപയോഗിക്കുന്നത് അതൊക്കെ തടയാനും അത്യാവശ്യം വയറ് ഫില്ലായിരിക്കാനും ഒക്കെ പപ്പായ വളരെയധികം നല്ലതാണ്. അടുത്തതായിട്ട് വരുന്നത് പേരയ്ക്കയാണ്. ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ പേരയ്ക്ക കഴിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ്. ഡയബറ്റിസ് ഉള്ളവർക്കും അതുപോലെ തന്നെ നമ്മുടെ വയറ് ഫില്ലായിട്ടിരിക്കാനും നമ്മുടെ ശരീരത്തിന് വേണ്ട അത്യാവശ്യം നറിഷ്മെൻ്റ് എല്ലാം തന്നെ പേരയ്ക്കയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേരയ്ക്കയും നമ്മൾക്ക് അത്താഴത്തിന് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ്. നോമ്പ് പിടിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലതായിട്ടുള്ള പഴവർഗ്ഗങ്ങളാണ് ഞാനീ പറഞ്ഞത്. അടുത്തതായിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പഴവർഗ്ഗങ്ങൾ നമ്മൾക്ക് നോക്കാം. ഈത്തപ്പഴമാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾക്ക് കഴിക്കേണ്ടത്.
നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ടതും അതെ നോമ്പ് തുറക്കുന്നത് തന്നെ ഈന്തപ്പഴം കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? പെട്ടെന്ന് ഒരു എനർജി റീസ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾക്ക് ഈന്തപ്പഴം വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ മഗ്നീഷ്യം, പൊട്ടാസ്യം ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ശരീരത്തിൽ കയറാനും അയണും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ, അതായത് നമ്മുടെ ക്ഷീണം പെട്ടെന്ന് അകറ്റാനും ഒക്കെ ഈന്തപ്പഴം വളരെയധികം ഗുണകരമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഓപ്ഷൻ നോമ്പ് തുറക്കാനായിട്ട് ഈന്തപ്പഴമാണ്. 8-10 ഈന്തപ്പഴം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ലൊരു ഫ്രൂട്ട് എന്ന് പറയുന്നത് വാട്ടർമെലനാണ്. 96% വെള്ളമടങ്ങിയ ഈ ഒരു വാട്ടർമെലൻ നമ്മൾ ശരീരത്തിൽ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് പോകാനായിട്ട് ഇത് വളരെയധികം ഗുണം ചെയ്യും. നമ്മളുടെ പെട്ടെന്ന് ക്ഷീണം അകറ്റാനും നമ്മുടെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോയ ജലാംശം റീസ്റ്റോർ ചെയ്യാനായിട്ട് വാട്ടർമെലന് സാധിക്കും. അതുകൊണ്ട് വാട്ടർമെലൻ ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഓറഞ്ചും സിട്രസ് ഫ്രൂട്ടുകളും നമ്മുടെ റീസ്റ്റോർ ചെയ്യാൻ, നമുക്ക് പെട്ടെന്ന് റിഫ്രഷ് ചെയ്യാനും വിറ്റാമിൻ സി ഒക്കെ പെട്ടെന്ന് കിട്ടുന്നതിനൊക്കെ നല്ലതാണ്. എങ്കിൽ തന്നെയും അസിഡിറ്റി ഉള്ളവർ നോമ്പ് തുറക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഫ്രൂട്ടുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. കുഴപ്പമില്ലാത്തവർക്ക് നല്ല രീതിയിൽ തന്നെ സിട്രസ് ഫ്രൂട്ടുകൾ, ഓറഞ്ചൊക്കെ നന്നായിട്ട് കഴിക്കാവുന്നതാണ്. അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈറ്റായിട്ട് വരുന്ന മുന്തിരിങ്ങയോ അതുപോലെ തന്നെ സ്ട്രോബെറിയോ. ബെറീസ് എപ്പോഴും വളരെയധികം ഗുണം ചെയ്യുന്നവയാണ്. ലൈറ്റ് ഫുഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദഹിക്കാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ആൻറ്റി ഓക്സിഡൻസും അത്യാവശ്യം വേണ്ട വാട്ടർ കണ്ടൻറ്റും എല്ലാം ഈ ഒരു ഫ്രൂട്ടിനകത്ത് കാണും. അപ്പോൾ നമ്മൾക്ക് മുന്തിരിയും അതുപോലെ തന്നെ സ്ട്രോബെറീസൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കോക്കനട്ട് വാട്ടർ, അതായത് ഇളനീരിൽ അത്യാവശ്യം നമ്മുടെ ശരീരത്തിലുള്ള ഡീഹൈഡ്രേഷൻ മാറാനായിട്ട് വളരെയധികം ഗുണം ചെയ്യും. പെട്ടെന്ന് ക്ഷീണം അകറ്റാനും നല്ല എനർജറ്റിക് ആവാനും ഒക്കെ നമ്മൾക്ക് കോക്കനട്ട് വാട്ടറും ഉപയോഗിക്കാവുന്നതാണ്. ക്ഷീണമില്ലാതിരിക്കാനും നല്ല ഉന്മേഷത്തോടെ എനർജറ്റിക് ആയിട്ടിരിക്കാനും ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിനുമൊക്കെ ഫ്രൂട്ട്സുകൾ ഈ നോമ്പിൻ്റെ സമയത്തെന്നല്ല എപ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യം തന്നെയാണ്. പക്ഷെ ഈ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലാംശം നഷ്ടപ്പെടാനും ന്യൂട്രിയൻസ് ഒക്കെ കുറയാനുമൊക്കെ ഇത് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് റീസ്റ്റോർ ചെയ്ത് നമ്മൾ അത്യാവശ്യം നല്ല എനർജറ്റിക് ആയിട്ട് ഉന്മേഷത്തോടെ ഈ ഒരു നോമ്പുകൾ നോക്കാൻ വേണ്ടിയിട്ട്, എനർജറ്റിക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ ഫ്രൂട്ട്സുകൾ ധാരാളമായിട്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ, ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നോമ്പെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകൾ ധാരാളം നമ്മുടെ അത്താഴത്തിനും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക.